Hello everyone, welcome to XandY Learning. ഏതൊരു കുട്ടിയോടും നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് ചോദിച്ചാൽ ഒറ്റ മറുപടി ആയിരിക്കും ഒരു സാധാരണ കുട്ടി പറയുന്നുണ്ടാകുക. അത് A+ കിട്ടുവാൻ എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിൽ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് പലപ്പോഴും ആരും ആലോചിക്കാറില്ല. എല്ലാവരുടെയും ഉത്തരം പരീക്ഷയ്ക്ക്, അത് ക്വാർട്ടർലി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഫൈനൽ എക്സാം ആയിക്കോട്ടെ, 10ാം ക്ലാസ്സിലെ SLCയുടെ അവസാനത്തെ എക്സാം ആയിക്കോട്ടെ, A+ കിട്ടണം. അത് മാത്രമാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. പക്ഷേ ഈ A+ കൊണ്ട് എന്താണ് ഉപകാരം, അല്ലെങ്കിൽ എന്താണ് A+? ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 90 മുതൽ 100% വരെയുള്ള ആ ഒരു ഗ്രേഡിനെയാണ് നമ്മൾ A+ എന്ന് സാധാരണ പറയാറുള്ളത്. 100%-ൽ 90-ന് മുകളിൽ വരുമ്പോഴാണ് സാധാരണ ഒരു കുട്ടിക്ക് A+ കിട്ടി എന്ന് പറയാറുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ SLCക്ക് ആലോചിക്കുമ്പോൾ, മുഴുവൻ വിഷയങ്ങൾക്കും A+ കിട്ടിയ വാർത്തകളും അവരെ അഭിനന്ദിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. ആ നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ A+ എന്ന് പറയുന്നത് ഓരോ സബ്ജക്റ്റിനും വ്യത്യസ്തങ്ങളായ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ചില വിഷയങ്ങൾക്ക് 40-ലാണ് മാർക്ക് ഉണ്ടാവുക, ചില വിഷയങ്ങൾക്ക് 80-ലാണ് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ എപ്പോഴാണ് നിങ്ങൾക്ക് A+ ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് സാധാരണ 2 ടൈപ്പ് സബ്ജക്റ്റുകളാണ് കേരളയുടെ സ്റ്റേറ്റ് സിലബസിൽ ഉണ്ടാവുക. CBSE ആകുമ്പോഴാണ് ഇത് A1 എന്നുള്ള കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. അപ്പോൾ മാത്സ്, സോഷ്യൽ സയൻസ്, അതേപോലെ ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങളൊക്കെ ആണെങ്കിൽ 80-ലായിരിക്കും മാർക്ക് ലഭിക്കുന്നുണ്ടാവുക. അതിൽ 72 അതിൽ മുകളിലോ ആണെങ്കിലാണ് നമ്മൾ സാധാരണ A+ ലഭിച്ചു എന്ന് പറയാറുള്ളത്. 40-ലാണെങ്കിൽ 36-ന് മുകളിൽ നമ്മൾ എന്ത് പറയും, A+ ലഭിച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിന് താഴെയുള്ള, നമുക്കറിയാം 80 ആകുമ്പോൾ അതിൽ 8 വെച്ച് നമ്മൾ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 64 മുതൽ 71 വരെ A ആയിരിക്കും, 56 to 63 വരെ അത് B+ ആയിരിക്കും, 48 മുതൽ 55 വരെ അത് B ആയിരിക്കും, 40 അഥവാ ഏകദേശം പകുതി മാർക്കിന് മുകളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് C+ഓ അതിന് മുകളിലുള്ള ഗ്രേഡോ ആവുണ്ടാവും. അതിന് താഴെയുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഏതൊരു കുട്ടിക്കും ഈ പറഞ്ഞ CO അല്ലെങ്കിൽ D+ഓ ഒന്നുമല്ല വേണ്ടത്, A+ കിട്ടാൻ എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. അത് 40-ലാകുമ്പോൾ 4 വെച്ചായിരിക്കും മാർക്കിന്റെ ഡിഫറൻസിൽ ഈ രൂപത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് A+ ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ അത് A+ ലഭിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കണം. SSLC വിഷയമാകുമ്പോൾ ഒരാൾക്ക് CE മാർക്ക് കൂടി ഇതിൽ ആഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 80 + 20 ടോട്ടൽ 100-ലായിരിക്കും അവർക്ക് എന്തുണ്ടാവുക, മാർക്ക് നോക്കുക. അപ്പോൾ ഒരു കുട്ടിക്ക് 72 തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഈ CE മാർക്ക് മുഴുവനുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് 70 ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 20 മാർക്ക് C കൂടി കിട്ടിയാൽ 90 മാർക്കായി ആ കുട്ടിക്ക് എന്തായി, അവർക്ക് A+ കിട്ടി എന്ന് പറയും. അപ്പോൾ ആ രൂപത്തിലുള്ള ചെറിയ ചില വ്യത്യാസങ്ങൾ നമ്മുടെ SSLC പോലെയുള്ള അതിൻ്റെ ഫൈനൽ എക്സാമുകളിൽ ഉണ്ടാകും. പക്ഷെ സാധാരണ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി വരുന്ന ഓണപ്പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ പറഞ്ഞ A+ലേക്ക് എങ്ങനെ എത്തണം എന്നുള്ള ആ ഒരു കൃത്യമായൊരു ധാരണ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ A+ ലഭിക്കാനുള്ള ചില ഷോർട്ട് കട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്ക് A+ ലഭിക്കുന്നത് എന്ന്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ഒരു അവസാന നിമിഷത്തെ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ട് ഒരിക്കലും A+ ലഭിക്കാൻ പോകുന്നില്ല. നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഒന്നുമല്ല. നേരെ മറിച്ച് പഠനത്തിൻ്റെ സമയത്ത് തന്നെ ആ കൃത്യമായ എല്ലാ ദിവസങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരീക്ഷയുടെ തലേന്ന് മാത്രം പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. അങ്ങനെയുള്ളവർക്കേ സാധാരണഗതിയിൽ എന്ത് ചെയ്യാറുള്ളൂ, A+ കിട്ടാറുള്ളൂ. ഓക്കെ. രണ്ടാമതൊരു സംഗതി എന്നുള്ളത്, അങ്ങനെ നമ്മൾ കൃത്യമായ ചിട്ടയോടുകൂടി പഠിക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് എക്സാമിൻ്റെ ഫിയറൻസ് ഒരിക്കലും ഉണ്ടാവില്ല. പല കുട്ടികളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും. നമുക്കറിയാം, പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എത്ര മണിക്കൂർ പഠിച്ചു എന്നോ, നമ്മൾ ക്ലാസ്സിൽ എത്ര സമയം ശ്രദ്ധയോടുകൂടി ഇരുന്നു എന്നോ, എത്ര മണിക്കൂർ ഉറക്കം വിളിച്ചു എന്നുള്ളതോ ഒന്നും വിഷയമല്ല. മണിക്കൂറുകൾ പഠിച്ച ആ ഒരു സംഗതിയെ കേവലം 1.5 or 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് പേപ്പറിൽ എഴുതി വെച്ചു എന്ന് മാത്രമാണ് പരീക്ഷയിൽ ചെക്ക് ചെയ്യുന്നത്. അതല്ലാത്ത ഒരു കാര്യവും ഒരു കുട്ടിയുടെ അളവുകോലും ഒരിക്കലും ഈ പറഞ്ഞ നമ്മുടെ സാധാരണ ഒരു പരീക്ഷയ്ക്ക് അളക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ പല കുട്ടികളും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ ആ എക്സാമിനോടുള്ള പേടി കാരണം എക്സാമിന് മാർക്ക് കുറഞ്ഞു പോകുമോ, കുറഞ്ഞാൽ വീട്ടുകാർ എന്ത് വിചാരിക്കും, അങ്ങനെയുള്ള എക്സാം ഫിയറൻസ് കാരണം പരീക്ഷയ്ക്ക് വന്നിരുന്ന് ടെൻഷൻ അടിച്ച് അവസാനം അറിയുന്ന ഉത്തരങ്ങൾ വരെ തെറ്റിച്ച ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ടാകും. അപ്പോൾ എക്സാമിന് ഉള്ള പേടി ഉള്ള ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യൂല, ഈ പറഞ്ഞ A+ കിട്ടാൻ പ്രയാസമായിരിക്കും. നമ്മുടെ പേപ്പറിൽ എഴുതി പിടിപ്പിക്കാനുള്ള പ്രയാസം ഉണ്ടാകും. അതിന് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്,
KPYQ ആണ്, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം കേരള സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ ഞാൻ ഉറപ്പ് തരാം, ഒരു 3-4 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുന്ദരമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 40-ൽ ഒരു 30-32 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വർഷങ്ങളുടേത് ഏകദേശം അതേപോലെ തന്നെ ചോദിക്കും. പുതിയ ചോദ്യങ്ങൾ വളരെ വളരെ കുറവായിട്ടാണ് ചോദിക്കുക. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് A+ ലഭിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും. പല ചാനലുകളിലും അല്ലെങ്കിൽ പല നിലക്കും പല ടീച്ചേഴ്സും പറയുന്ന ചില ചോദ്യങ്ങൾ അതുപോലെ വരുന്നത് എങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. അത്ഭുതപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു 4-5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണെങ്കിൽ അയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ഇന്നിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരും, അത് മാത്രം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പിറകിൽ നിൽക്കുന്ന കുട്ടിക്ക് പോലും A+ കിട്ടുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു, നമ്മുടെ പരീക്ഷകൾ പലപ്പോഴും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളത് A+ ലഭിക്കാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡിൽ പെട്ടതാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എല്ലാ സബ്ജക്റ്റും ഒരുപോലെയല്ല പഠിക്കേണ്ടത്. കാരണം വെച്ചാൽ മാത്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം, മാത്സിനാണെങ്കിൽ നമ്മൾ എഴുതി തന്നെ പഠിക്കണം. ഫിസിക്സിലാണെങ്കിൽ കുറച്ചുകൂടി കൺസെപ്റ്റുകളാണ്, അത് ആ രൂപത്തിൽ മനസ്സിലാക്കി പഠിക്കണം. ബയോളജിക്ക് കുറച്ചുകൂടി ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. കെമിസ്ട്രി ഇത് രണ്ടിനെയും ഇടയിലാണ്. ലാംഗ്വേജ് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല പരന്ന വായനകൾ വേണം, അല്ലേ? ആ രൂപത്തിൽ ഓരോ സബ്ജക്റ്റുകളും വ്യത്യസ്തങ്ങളായ രൂപത്തിലാണ് പഠിക്കേണ്ടത്. അത് എല്ലാ സബ്ജക്റ്റും ഇപ്പോൾ ബയോളജി ഇഷ്ടപ്പെടുന്ന അതേ രൂപത്തിൽ തന്നെ മാത്സ് നിങ്ങൾ നോക്കി പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് A+ അല്ല C+ പോലും എന്ത് ചെയ്യൂല, കിട്ടൂല. അത് നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ എല്ലാ വിഷയങ്ങളും ഒരുപോലെയല്ല, ഓരോ വിഷയം പഠിക്കേണ്ട ആ രീതി മനസ്സിലാക്കി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഈസിയായ മെത്തേഡ്. അടുത്തത് നമ്മുടെ ടൈം ഷെഡ്യൂളുകളാണ്. എക്സാം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഓരോ ദിവസവും കുറഞ്ഞത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും നമ്മൾ ഇരുന്ന് പഠിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. എന്തുകൊണ്ടാണ് ഞാൻ ഇരുന്ന് പഠിക്കുന്നു എന്ന് സ്ട്രെസ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മളെ പഠനം എന്നുള്ളത് എന്താണ്, മൊബൈൽ അടുത്തുണ്ടാകും. അതോടുകൂടി എന്തായി, നമ്മൾ അതിലൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലായി. പിന്നെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ആഡൊക്കെ കണ്ട് നമ്മൾ ഏതോ ലോകത്തേക്ക് എത്തിയിട്ടുണ്ടാവും. ആ പഠനമല്ല വേണ്ടത്. ഒരു ശല്യവുമില്ലാതെ പൂർണ്ണമായി പുസ്തകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കയ്യിലൊരു പെൻ ആൻഡ് പേപ്പർ വെച്ച് കൃത്യമായി എഴുതി പഠിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും A+ എന്ത് ചെയ്യൂല, നഷ്ടപ്പെടില്ല. നമ്മുടെ ടൈമുകളെ കൃത്യമായി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. എല്ലാ കളികളും നമ്മുടെ സൈഡിൽ നമ്മൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കണം. ഭക്ഷണം നന്നായിട്ടുണ്ടാവണം. അതൊക്കെ കൂട്ടത്തിൽ തന്നെ പഠിക്കാനുള്ള കൃത്യമായ ഷെഡ്യൂൾ നമുക്കില്ലെങ്കിൽ തീർച്ചയായിട്ടും A+ ലഭിക്കാൻ പ്രയാസമായിരിക്കും. അതേപോലെ റിവിഷൻ സ്ട്രാറ്റജീസുകൾ, അല്ലെ, പല പല മെത്തേഡുകളിലൂടെ നമുക്കറിയാം നമ്മുടെ എക്സാം വഴി തന്നെ പല സമയത്തെ പരീക്ഷകളോടനുബന്ധിച്ച് ഒരുപാട് ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസുകൾ നമ്മൾ പറഞ്ഞു തരാറുണ്ട്. വ്യത്യസ്തങ്ങൾ നമുക്ക് ഏതാണോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പഠിക്കാൻ ഏറ്റവും നല്ല സമയം അതെല്ലാം കണ്ടുപിടിച്ച് ആ രൂപത്തിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ, ചുറ്റുപാടിനെ മാറ്റങ്ങൾ വരുത്തിയിട്ട് വേണം നമുക്ക് തീർച്ചയായിട്ടും പഠനത്തിൽ മുന്നോട്ട് പോകാനും A+ ലഭിക്കാനും. അതേപോലെ തന്നെ എക്സാം എഴുതുന്നത് എങ്ങനെ, അത് പ്രത്യേകം പഠിപ്പിച്ചു കൊടുക്കേണ്ട അവസ്ഥ പലപ്പോഴും കുട്ടികൾക്ക് വരാറുണ്ട്. ഒരു പരീക്ഷ എഴുതുമ്പോൾ കണക്കിലൊക്കെ ആണെങ്കിൽ മാത്സിലൊക്കെ ആണെങ്കിൽ വലിയ 2 മാർക്കിന്റെ ചോദ്യത്തിന് വെറും ആൻസർ മാത്രം, നമ്മൾ ഒരു പക്ഷേ കാര്യങ്ങളൊക്കെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഉത്തരം നമുക്ക് ശരിയായിരിക്കാം, നമ്മൾ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചതായിരിക്കാം, ഒരു ചീറ്റിംഗ് നടത്താത്ത രൂപത്തിലായിരിക്കും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആൻസർ മാത്രം എഴുതിയാൽ ആ ഉത്തരം എവിടെ നിന്ന് വന്നു എന്നോ ഈ കുട്ടിക്ക്, അപ്പോൾ പരീക്ഷ പേപ്പറിൽ എനിക്ക് ഇത് അറിയാം എന്ന് ടീച്ചറെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ വേണം എഴുതാൻ. പരീക്ഷ എഴുതുന്ന രീതി വരെ നിങ്ങൾ ഓരോ പരീക്ഷയ്ക്കും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അത് എഴുതേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് A+ ലഭിക്കാം. പക്ഷേ ഒരു കുട്ടിക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ട A+ ലഭിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബിയോണ്ട് അവർ ടെക്സ്റ്റ് ബുക്ക്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് പുറത്തുള്ള കാര്യങ്ങൾ അടക്കം പഠിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ, ഞാനൊരു കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞു തരാൻ പറ്റും, ഇപ്പോഴത്തെ നമ്മുടെ കെമിസ്ട്രിയിലെ പല പാഠഭാഗങ്ങളും 2-3 ടേമുകൾക്ക് മുമ്പുള്ള പാഠഭാഗങ്ങളുമായി കമ്പയർ ചെയ്താൽ ഒന്നും പഠിക്കാനില്ല, അല്ലെ? മോൾ കൺസെപ്റ്റിൽ, മോൾ സങ്കല്പനത്തിൽ എത്രയോ അധികം, എന്തിനാണ് മോൾ സങ്കല്പനം എന്നുള്ള കാര്യങ്ങൾ വരെ പഠിച്ചിരുന്ന സമയത്ത് നിന്നും മാറി ഇപ്പോൾ എന്തിനാണ് മോൾ കൺസെപ്റ്റ് എന്നുള്ളതെന്ന് ഒരു എക്സ്പ്ലനേഷനും ഇല്ല, അതിൻ്റെ ഉപയോഗങ്ങളില്ല, അത് വെച്ചുകൊണ്ടുള്ള ഒരുപാട് വിശദീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ കുറച്ച് മാത്രമേ യഥാർത്ഥത്തിൽ ഓരോ സബ്ജക്റ്റിലും പഠിക്കാനുള്ളൂ. പക്ഷേ ആ 2 ടേമുകൾക്ക് മുമ്പ് പഠിച്ച ഒരാൾക്ക് അയാൾ +1-ലും +2-ലും എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പ്രയാസവും വരില്ലായിരുന്നു. കാരണം എന്തേ, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ അവർ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന് പുറത്ത് ഉള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ തന്നെ, നിങ്ങൾ 8-ൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ 9-ലെ ടെക്സ്റ്റ് ബുക്കിന്റെ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ്സുകാരുടെ ലെവലിലേക്ക് നമ്മൾ സ്വയം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിന് താഴെയുള്ളതെല്ലാം ചെറുതായി തോന്നും.
നിങ്ങളിപ്പോൾ 5ാം ക്ലാസ്സിലെ ഒരു ബുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പറയും അയ്യേ ഇത്ര ചെറിയ കാര്യമാണോ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് മക്കളെ നമുക്ക് അങ്ങനെ തോന്നുന്നത്? നമ്മൾ അതിനേക്കാളും വലിയ കാര്യങ്ങൾ 6ലും 7ലും 8ലൊക്കെ പഠിച്ചു കഴിഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ, നിങ്ങൾ 8ലെ കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 9ാം ക്ലാസ് 10ാം ക്ലാസ് ലെവലിലേക്ക് ഉയർന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 8ലെ ബുക്ക് എന്താകും, വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. ഇതല്ല, ഇതിനും വലിയ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു കഴിഞ്ഞാലും എങ്ങനെ തലകുത്തനെയുള്ള കണക്കുകൾ തന്നു കഴിഞ്ഞാലും നമ്മളുടെ A+ എന്ത് ചെയ്യും, അവിടെ സുരക്ഷിതമായിരിക്കും, ഒരിക്കലും ഉത്തരം തെറ്റിപ്പോവുക. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ XandY ഒക്കെ ചെയ്യുന്നത് അല്ലേ. ഒരു 8ാം ക്ലാസ്സുകാരൻ്റെ സാധാരണ സ്കൂൾ സിലബസിനും പുറത്തുള്ള അവൻ ഉയർന്ന തലത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അതിലെ പ്രോബ്ലംസ്, അതിലെ കാര്യങ്ങൾ, അതിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനുകൾ, അതിലെ എക്സാം സീരീസുകൾ അതെല്ലാം എഴുതുന്നു, പഠിക്കുന്നു, ക്ലാസ്സുകൾ കാണുന്നു. ആ രൂപത്തിൽ അവൻ്റെ സ്റ്റഡി സിസ്റ്റം എന്ത് ചെയ്യുന്നു, കറക്റ്റ് ആകുന്നതോട് കൂടിയിട്ട് സ്കൂളിലെ പരീക്ഷ എന്നുള്ളത് XandYയിലെ ഫൗണ്ടേഷൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ ചെറിയൊരു കാര്യം മാത്രമാണ്. അവർക്ക് അതിൽ A+ ലഭിക്കുക എന്നുള്ള ഒരു സംഭവമേ ആവില്ല. അപ്പോൾ കഴിഞ്ഞ ടേമുകളിലൊക്കെ നമ്മുടെയൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളിൽ A+ ലഭിച്ച കുട്ടികൾ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 100%. കാരണം എന്തേ, ഈ പറഞ്ഞ രൂപത്തിൽ എല്ലാ കുട്ടികൾക്കും ഈ പറഞ്ഞ ഫൗണ്ടേഷൻ കോഴ്സ് കിട്ടിയതോടുകൂടി എന്തായി, അവർക്ക് സ്കൂളിലെ സിലബസ് വളരെ ചെറുതായി തോന്നി. എത്ര വലിയ ടഫുള്ള ചോദ്യങ്ങളും അവർ ചെയ്യാവുന്ന രൂപത്തിലേക്ക് കോമ്പറ്റീഷൻ എക്സാമുകളുടെ ലോകത്തേക്ക് അവർ എത്തിപ്പെട്ടതോടുകൂടി സ്കൂളിലെ പരീക്ഷകൾ ഈസിയായി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ A+ നമുക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. സോ കൂടുതൽ പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അവർക്കുള്ളതാണ് A+ എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. താങ്ക്